നമ്മൾ കറിയിലിടാൻ വേണ്ടിയിട്ട് ചിക്കൻ്റെ കറിയിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഒരു എക്സ്ട്രാ കൂട്ട് വാങ്ങിയതാണ്. അത് കൂട്ടിൽ എല്ലാം കൂടെ മിക്സ് ചെയ്ത് ചിക്കൻ മസാലേൻ്റെ കൂടെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിലിതാ റോസാപ്പൂവിൻ്റെ ഇതള്, പിന്നെ നമ്മൾ കിടക്കയിലിടുന്ന ഉന്നക്കായല്ലേ അതുപോലത്തെ അതിൻ്റെ ചെറിയ സാധനങ്ങൾ ഉണങ്ങിയത്, വാഴയ്ക്ക ചെറുതായത് ഉണക്കിയ പോലെ ഉണ്ട് ഈ സാധനം കണ്ടിട്ട്. അപ്പം ഞാൻ ഇതൊക്കെ ഒന്ന് പെറുക്കിയിടാന്ന് വിചാരിച്ചു. ഇതൊക്കെ എന്തൊരു ടേസ്റ്റാണ് ആവേണ്ടത്. ഇതൊന്നും വായിൽ ടേസ്റ്റ് വെച്ച് നോക്കിയിട്ട് ഒരു ടേസ്റ്റും ഇല്ലാത്തൊരു സാധനം. ഉണങ്ങിയ വാഴയ്ക്ക പോലെ ഉണ്ട്, അതുപോലെ റോസാപ്പൂവിൻ്റെ ഇതള്, പിന്നെ ഇതാക്കണ് പായൽ പിടിച്ച മാതിരി ഒരു സാധനം. ഇതെന്താ ചോദിച്ചപ്പോൾ ആ കടയത്ത് പറഞ്ഞത് ഒക്കെ ടേസ്റ്റ് കൂടാനാണ്, എന്തോ പേരും പറഞ്ഞു, കർപ്പകയെ അങ്ങനെ തോന്നുന്നു. പക്ഷേ ഇതിൻ്റെ ചില ഭാഗത്ത് എന്താണ് ഈ പായൽ പിടിച്ച പോലെ ഉണ്ട്. അതായത് എന്താ ഈ സാധനത്തിൻ്റെ മരക്കഷ്ണം, ഇതിൻ്റെ ബാക്കിൽ ഈ കർപ്പക എന്ന് പറഞ്ഞ സാധനം. എനിക്ക് തോന്നുന്നു ഈ മരത്തുമ്മൽ ഉണ്ടാകുന്ന ഒരു പൂപ്പൽ അങ്ങനെ എന്തോ ആണ് ഈ സാധനം. ഇത് ടേസ്റ്റ് കൂടാനിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മനുഷ്യൻ ചാവുമാവും. ഇതാണ് കണ്ടോ, അതിൽ നിന്ന് കിട്ടിയ സാധനമാണ്, കഞ്ചാവിൻ്റെ ഇല പോലത്തെ ഒരു സാധനം. അപ്പം ഞാൻ ഇതൊക്കെ മാറ്റി പെറുക്കി നല്ലത് പറയും അല്ലാത്ത പറയൊക്കെ. റോസാപ്പൂവിൻ്റെ ഇതള്, ഇത് റോസാപ്പൂവിൻ്റെ ഇതൾ തന്നെയാണ്. കാരണം ജാതിക്കേൻ്റെ ആ തൊലിയൊന്നും അല്ല, ജാതിക്കേൻ്റെ തൊലി ഇവിടെ വേറുണ്ട്. ഉണ്ടോ റോസാപ്പൂവിൻ്റെ ഇതളൊക്കെ ഉണ്ട് ഇതിൽ. അപ്പോൾ ഈ റോസാപ്പൂവിൻ്റെ ഇതളൊക്കെ ഈ ചിക്കൻ കറിയിലിട്ട് കഴിഞ്ഞാൽ എന്ത് ടേസ്റ്റാണ് കിട്ടുക എന്ന് എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കംപ്ലീറ്റ് പെറുക്കിയിടത് എന്നൊക്കെ നല്ലത് നോക്കിയിട്ട് വേറെയും ഒക്കെ ഇടുകയാണ്. ഇത് എന്നിട്ട് പൊടിച്ചിട്ട് നമ്മൾ ചിക്കൻ കറീൻ്റെ കൂടെ എക്സ്ട്രാ ഒരു ഇച്ചിരി ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് കിട്ടലുണ്ട്. ഞാൻ കൂടലൂർ പോയപ്പോൾ അവിടുന്ന് വാങ്ങിയതാണ്. മിക്സഡ് പാക്ക് ഉണ്ട് പറഞ്ഞാൽ അത് സെപ്പറേറ്റ് തൂക്കി മേടിക്കാൻ നിൽക്കുകയായിരുന്നു. അപ്പോൾ മിക്സഡ് പാക്ക് ഉണ്ട് എല്ലാം തൊട്ട്. പിന്നെ ഈ സാധനം ഇട്ടിട്ട് നിങ്ങൾ വെള്ളം തിളപ്പിച്ചിട്ടുണ്ടോ? നമ്മൾ സാധാരണ ഈ വെള്ളം തിളപ്പിക്കുന്ന സാധനം ഒരു മരത്തിൻ്റെ ചിപ്പിരിപ്പൂള് പോലത്തെ സാധനമല്ലേ, അത് വാങ്ങി തിളപ്പിക്കുന്നതിനെക്കാട്ടും നല്ല ഇതോ അല്ലെങ്കിൽ കറുകപ്പട്ടേൻ്റെ കഷ്ണമോ അല്ലെങ്കിൽ ഒരു ഏലക്കയുടെ ഒരു തണ്ടോ എന്തെങ്കിലും ഇട്ട് കണ്ട് തൊലിയോ എന്തെങ്കിലും ഇട്ടിട്ട് തിളപ്പിച്ചാൽ മതി. കാരണം ആ ചിപ്പിരിപ്പൂള് പോലത്തെ സാധനത്തിൽ എന്തെല്ലാം ഒറിജിനൽ ചിപ്പിരിപ്പൂൾ തന്നെയാണോ എന്നറിയില്ല. അതായത് വേറെ വല്ല മരത്തിൻ്റെ ചിപ്പിരിപ്പൂളാണെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഇത് ഒരുപാടുണ്ട്. ഈ സാധനം മാറ്റി വെച്ചപ്പോൾ ഇത് കറി ചേർക്കണ്ടെന്ന് വിചാരിച്ചു. ഞാൻ പൊടിക്കുമ്പോൾ ഇത് കൂട്ടണ്ട വിചാരിച്ചു. ഇത് മാത്രം പെറുക്കിയെടുത്തിട്ട് ഇതും പിന്നെ ഈ ഗ്രാമ്പു, പട്ട, ഏലക്ക, ജീരകം ഇതൊക്കെ കൂട്ടിയിട്ട് ഇതാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ശരി, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പൊടിക്കുന്നത് കാണിച്ചു തരാം.